ടൊവിനോൻ്റെ നടികർ എന്ന് പറഞ്ഞ സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. ലാൽ ജൂനിയറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമയെ കുറിച്ചാണെങ്കിൽ ഒരു 2 മണിക്കൂർ 20 മിനിറ്റ് ലെങ്ത് വരുന്ന ഒരു പടം. ആ ഒരു പേര് പോലെ തന്നെ നടികർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൊവിനോ എന്ന് പറഞ്ഞ ആ ഒരു നടനാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു നടനായിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന കുറേ സംഭവമാണ് ബേസിൽ കഥ. സിനിമ ആദ്യം എടുത്ത് പറയണമെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയണം. കാരണം ഇത്ര മോശം സ്ക്രിപ്റ്റ് ഞാൻ ഈ ഒരു വർഷം ഇതുവരെ കണ്ട തിയേറ്ററിൽ കണ്ട പടങ്ങളിൽ തങ്കമണി കഴിഞ്ഞാൽ ഏറ്റവും മോശം പടം ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. മീൻസ് പടം എന്ന് ഉദ്ദേശിച്ചാൽ അതിൻ്റെ സ്ക്രിപ്റ്റ് വൈസ്. കാരണം ഒന്നുമില്ലാത്ത കഥ, 2 മണിക്കൂർ 20 മിനിറ്റ് ലെങ്ത്തിനുള്ള എന്തിട്ട് കാര്യമുള്ളത്. നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ, ഇപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം ഞാൻ പറയുന്നില്ല, എങ്ങനെ കാണുകയാണെങ്കിലും ഈ സിനിമ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം. കാരണം അത്രയും പറയാനുള്ള കഥയില്ല. ഈ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ബേസിക്കലി. കാരണം ഒരു കഥ ഒരു ഓഡിയൻസിന് എന്താ പറയുക, മീൻസ് ഭയങ്കര സംഭവം ഒന്നും ഇപ്പം എല്ലാവർക്കും കൊണ്ട് ആക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ മിനിമം ചെറുതായെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. ഈ ഒരു സിനിമ എടുത്ത് പറയുകയാണെങ്കിൽ ആ കാര്യത്തിൽ വളരെ മോശമായിട്ട് എൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് വൈസ്. കാരണം ടൊവിനോടെ ആ ഒരു ഈ ഒരു നടികറായിട്ടുള്ള ഈ ഒരു ഡേവിഡ് പടിക്കൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇങ്ങോർക്കൊരു പാസ്റ്റ് ഉണ്ട്. അത് ഒരു 10 പ്രാവശ്യം എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഓൾറെഡി അറിയാം. കാരണം നിങ്ങൾ ആ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. കാരണം ഇവൻ്റെ ഒരു ചൈൽഡ്ഹുഡിൽ ഇവൻ്റെ മീൻസ് അമ്മ ഇങ്ങനെ ഉപേക്ഷിച്ച് വന്നൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായി. അതുപോലൊക്കെ തന്നെ ഇവൻ്റെ മീൻസ് ഒരു അങ്ങനത്തെ ഒരു പാസ്റ്റ് ഉണ്ട്. പക്ഷെ അത് 1 തവണ 2 തവണ 3 തവണ കണ്ടാൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും. 10 തവണ എടുത്ത് സിനിമ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊന്ന്. പിന്നെ ഇതിൽ ടൊവിനോ ചെയ്ത ക്യാരക്ടർ എനിക്ക് വളരെ മോശമായിട്ട് തോന്നി. കാരണം നമ്മളെ ഒരു സിനിമ എന്ന് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതേസമയം എടുത്ത് പറയണം, ഇതിൽ സൗബിൻ്റെ ക്യാരക്ടർ കിടിലനാണ്. കാരണം ഇതിലെനിക്ക് ഏറ്റവും നല്ലൊരു പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ അത് സൗബിൻ്റെ ക്യാരക്ടറാണ്. അത് നല്ല വൃത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ടൊവിനോ എന്ന് പറഞ്ഞ ആൾ നമ്മളെ സിനിമ ഇൻഡസ്ട്രിയിൽ കുറേ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ്. കാരണം ഇവനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മോശം ക്യാരക്ടറായിട്ടുള്ള ഒരു നടനാണ്. അപ്പോൾ ആൾക്കാരായിട്ട് സംസാരിക്കാൻ അറിയില്ല, മര്യാദക്ക് അഭിനയിക്കാൻ അറിയില്ല. അപ്പോൾ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് വരുന്ന ഒരാളാണ് സൗബിൻ. അപ്പോൾ സൗബിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നെ കഥ പോകുന്നത്. പിന്നെ ക്ലൈമാക്സിലേക്കൊക്കെ ഉള്ള ത്രെഡ് വിടുന്ന നല്ല സൗബിനാണ്. അപ്പോൾ സൗബിൻ്റെ ആ ഒരു പോർഷൻ നന്നായി പോയിട്ടുണ്ട്. പക്ഷെ അത് ഒഴിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ സ്ക്രിപ്റ്റ് കൊളായി. അതാണ് ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് പോരായ്മ. പിന്നെ എടുത്ത് പറയേണ്ടത്, ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഈ സിനിമ ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 40 കോടിയാണ്. 40 കോടിക്കുള്ള മുതൽ ഇത് ഉണ്ടാകും. കാരണം ഇത്ര ചെറിയ സ്ക്രിപ്റ്റാണ്. ഇത് ഇത്രയും വലിയ മേക്കിംഗ് ക്വാളിറ്റിയിൽ ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് മനസ്സിലായില്ല 40 കോടിക്കുള്ള മീൻസ് എന്തിനാണ് അത്രയും വലിയൊരു ബഡ്ജറ്റ് ഈ ചെറിയ സിനിമക്ക്. കാരണം ഇതിൻ്റെ കഥ വളരെ ചെറിയൊരു കഥയാണ്. അത് ഇത്രയും വലിയ എക്സാജറേറ്റ് ചെയ്ത് കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. പിന്നെ ഈ സിനിമ OTT ഇറങ്ങുമ്പോൾ എടുത്ത് കീറാൻ പോകുന്നൊരു സീൻ ഞാൻ പറയാം. ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അനൂപ് മേനോനായിട്ട് ടോവിനോ കോമ്പിനേഷനിൽ വരുന്നൊരു സീനുണ്ട്. ക്ലൈമാക്സിനോട് തൊട്ട് മുമ്പായിട്ട് ആ സീനുണ്ടല്ല, ഞാൻ ചിരിച്ച് കരഞ്ഞ് അങ്ങനത്തെ ഒരുമാതിരി അവസ്ഥയായിരുന്നു. ഇറങ്ങി ഓടാൻ തോന്നിയത് കണ്ടപ്പോൾ. പിന്നെ ഈ സിനിമ സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ തന്നെ ഓടാൻ തോന്നി. കാരണം അമ്മാതിരി രീതിയിലാണ് അതിൻ്റെ പോക്ക്. പക്ഷേ എന്നാലും കാശ് കൊടുത്ത് കയറിയല്ല, എന്തായാലും ചൂടത്ത് പോയിരിക്കേണ്ട, എന്തായാലും കണ്ടിറങ്ങാന്ന് വെച്ചിട്ട് കണ്ടപ്പോൾ ക്ലൈമാക്സൊക്കെ ഈ സീനുണ്ടല്ല, ചിരിച്ച് പണ്ടിറങ്ങിപ്പോയി. കാരണം ഈ സീൻ എന്ന് പറയുന്ന ഒരു മൂവിയിലെ ഒരു മൂവി സീൻ തന്നെ സീനായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ ഡയലോഗ്സ് പറഞ്ഞൊരു സംഭവം. പക്ഷേ ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു ഡയറക്ടറുടെ പടത്തിലെ ഒരു സീനായിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്. മീൻസ് നമ്മളെ ഇപ്പോൾ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഒരു ഏറ്റവും കിടിലും പടങ്ങൾ മാത്രമാക്കുന്ന ഒരു ഡയറക്ടർ. അപ്പോൾ ആളുടെ പുതിയൊരു മൂവിയാണ്. കാരണം ഇവൻ ഇതിനു വേണ്ടി ഇങ്ങനെ ഒരു പടം ചെയ്യുന്നു. അപ്പോൾ അതിലൊരു സീനാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കണം, കാരണം ആ സീൻ അത്രയും രീതിയിൽ പെർഫെക്റ്റ് ആവണ്ടേ. കാരണം അത്രയും കിടിലൻ ഡയറക്ടറാണ്. അപ്പോൾ അങ്ങനത്തെ ഡയറക്ടറിൻ്റെ മൂവിയിൽ വരുന്ന സീനാണ് കേട്ടോ ഈ സീൻ. ഈ സീൻ കണ്ടിട്ടുണ്ടല്ല, ഇത് വലിച്ച് ഉറപ്പിച്ചു. കാരണം ട്രോളന്മാർ ഇതെല്ലാം ഈ സീൻ ഇനി OTT വരികയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ തിയേറ്ററിൽ തന്നെ ആൾക്കാർ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അമ്മാതിരി കോമഡി ആയിരുന്നു ഈ ഒരു സീൻ. പിന്നെ ഇതിൽ മൊത്തത്തിൽ സിനിമ ഒരു കളർഫുള്ളാണ്. കാരണം അതിൻ്റെ ബഡ്ജറ്റും ഉണ്ട്. കാരണം ഇതിൻ്റെ എല്ലാ മേക്കിങ്ങും, സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ തിളങ്ങി നിൽക്കും. ഭയങ്കര കളർഫുള്ളായിട്ടുള്ള മൂവിയാണ്. പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഒരു സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റാണ്. അത് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് നന്നായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിൽ ഭാവനയുടെ ക്യാരക്ടർ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ ഒന്നും ഇല്ലാത്ത പോലെ, അങ്ങനെ ഒട്ടും കംപ്ലീറ്റ് അല്ലാത്തൊരു ക്യാരക്ടർ എഴുതി വെച്ച പോലെ ഉണ്ടായിരുന്നു. കാരണം ടൊവിനോയും ഭാവനയും തമ്മിൽ കുറച്ച് സംഭവങ്ങളുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ
മീൻസ് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഇതെന്താണ് ഈ പോണത്? മീൻസ് കഥയിലും ക്യാരക്ടറുകളും കഥാപാത്രങ്ങളും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്ക്രിപ്റ്റ് ഭയങ്കര മോശമായി പോയി. ഇത് ആരും ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എനിക്കിതിൽ ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ആരെ പ്രൊഡ്യൂസ് ചെയ്ത് മീൻസ് ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും വളരെ കഷ്ടമായിരിക്കും. മീൻസ് ഇത് ഇറങ്ങിക്കണ്ട എൻ്റെ കുറേ ഫ്രണ്ട്സും പറഞ്ഞത് അവർക്കും വളരെ അസഹനീയമായിരുന്നു. ഞാൻ ഈ വർഷം ഇറങ്ങിയ ആദ്യത്തെ ആട്ടം തൊട്ട് ഇതുവരെ ഇറങ്ങിയ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കണ്ടിരുന്നു, മിക്ക സിനിമകളും. അതിൽ എനിക്ക് തോന്നുന്നു തങ്കമണി കണ്ടു കഴിഞ്ഞാൽ, തങ്കമണി ആയിരുന്നു ഞാൻ ഇതിന് മുമ്പ് വരെ കണ്ടതിൽ കുറച്ച് മോശം പടം കേട്ടോ. പക്ഷേ ഇതാണ് ഞാനിപ്പോൾ ഈ വർഷം ഇതുവരെ കണ്ടതിൽ തിയേറ്ററിൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു സിനിമ. കാരണം എനിക്കവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫ് ഒരു ഗുഡായിട്ടുള്ള രീതിയിൽ അവർ കൊണ്ടുവച്ച് കുഴപ്പമില്ല, മീൻസ് ഇങ്ങനെ കാണാൻ പറ്റും. സെക്കൻഡ് ഹാഫിൻ്റെ പോക്കെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫേ അല്ല സെക്കൻഡ് ഹാഫ് എങ്ങടോ ആണ് പോണത്. അമ്മാതിരി രീതിയിലാണ് അവന്മാർ ഈ പടം മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ എന്തെങ്കിലും എങ്ങനെയെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള സംഭവം ഇതാണ്. ബേസിക്കലി ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ പറയണം. അത്ര വിഷമമുണ്ട്. കാരണം ഇങ്ങനെയല്ല പ്രതീക്ഷ പോയത്, കിട്ടിയത് നേരെ തിരിച്ചു. അത് സ്ക്രിപ്റ്റ് തന്നെയാണ് അതിൻ്റെ കാരണം. സ്ക്രിപ്റ്റ് ഞാൻ എപ്പോഴും പറയും, ഒരു സിനിമയുടെ മേക്കിംഗ് ക്വാളിറ്റി നന്നായിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ സ്ക്രിപ്റ്റ് കോളായിട്ട് ബാക്കിയെല്ലാം നന്നായി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ട? ഒരു കാര്യമില്ല. പിന്നെ ടൊവിനോ ആ ക്യാരക്ടറിനെ ബേസ് ചെയ്ത് അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ആൾ ചെയ്തു. പക്ഷെ ആ ക്യാരക്ടർ അങ്ങനെ പോയിട്ട് ആൾക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. അതേ ഞാൻ പറഞ്ഞത്, ഇതിൽ ചെയ്ത ആൾക്കാർ, അഭിനയിച്ച ആൾക്കാരിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർക്ക് കൊടുത്ത കഥാപാത്രങ്ങൾ അങ്ങനത്തെയാണ്. അവർക്ക് അതിന് ഔട്ടായത് വേറൊരു രീതിയിൽ അവർക്ക് നമ്മളുടെ ഇതിലേക്ക് ഒരു ആശയം കൺവേ ചെയ്യാനൊന്നും പറ്റിയില്ല. ഇതിൻ്റെ മെയിൻ പ്രശ്നം സ്ക്രിപ്റ്റ് തന്നെയാണ്. അത് എന്താണ് ഇങ്ങനെ ഇപ്പോൾ എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇതുവരെ ഈ വർഷം കണ്ടതിൽ ഏറ്റവും വേസ്റ്റ് പടമാണ് ഈ ഒരു നടികർ. തിയേറ്ററിൽ ഒട്ടും ഞാൻ റെക്കമെൻഡും ചെയ്യില്ല ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന്. കാരണം ഞാൻ അത്രയും 2.5 മണിക്കൂർ, ഐ മീൻസ് ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഓക്കെ ആയിരുന്നു, ഓക്കെ കണ്ടിരിക്കാൻ പറ്റിയൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് എൻ്റെ കഥയെ വിട്ടുപോയി. അങ്ങനത്തെ രീതിയിലായിരുന്നു എനിക്ക് ഈ പടം കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. നിങ്ങൾ ഈ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് എന്താ തോന്നിയത് എൻ്റെ കമൻസിൽ പറയാം. കാരണം എനിക്ക് ഇത്രയും ഭയങ്കര ഇങ്ങനത്തെ ഒരു അനുഭവമാണ് ഉണ്ടായത്. ഇനി നിങ്ങൾക്കിനിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഒരു സിനിമ ഇനിയിപ്പോൾ എൻ്റെ പോലെ തന്നെ ആവണമെന്നില്ല. പക്ഷേ എന്തായാലും ഈ ഒരു മൂവി കണ്ട ശേഷം നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി പറയാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുക, ഈ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.